ഓളം തല്ലുന്ന കായലിൽ നോക്കിയിരുന്നാൽ ഒരു ചിത്രകാരന്റെ അല്ലെങ്കിൽ ചിത്രകാരിയുടെ മനസ്സിൽ എന്തൊക്കെയാവും കടന്നു വരിക. അത് അഷ്ടമുടിക്കായലിന്റെ തീരത്തായാലോ. കേരള ചിത്രകലാ പരിഷത്ത് കൊല്ലം യൂണിറ്റാണ് ഇത്തരത്തിൽ വേറിട്ടൊരു ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഴ്ചകളിലേക്ക് തുറന്നിട്ട ജാലകങ്ങൾ പോലെയായിരുന്നു ഓരോ ചിത്രങ്ങളും. ചായക്കൂട്ടുകളിലൂടെ മുന്നിലെ ക്യാൻവാസുകളിലേക്ക് ഹൃദയം കൊണ്ട് അവർ പ്രകൃതിയെയും മനസ്സിന്റെ സഞ്ചാരങ്ങളെയും വരച്ചുകാട്ടി. 8 വയസ്സുകാരൻ ദേവിക് നീൽ മുതൽ 68 വയസ്സുള്ള കുമാരി ലക്ഷ്മി വരെ വരകളിലൂടെ വിസ്മയം തീർത്തു. പ്രകൃതിയെ ഉള്ളാലെ തൊട്ടറിഞ്ഞ് നിറക്കൂട്ടുകൾ ഒരുക്കിയ ഒരു കൂട്ടായ്മ. കൊല്ലത്തിൻ്റെ ഈ ഒരു കായൽ മനോഹാരിത എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സൗന്ദര്യം എസ്തെറ്റിക് സെൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ സൗന്ദര്യബോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ വരയ്ക്കുന്ന ക്യാൻവാസിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നിറങ്ങൾക്ക് ഈ പ്രകൃതി ഒരു ഭാഗം തന്നെയാണ്. ചിത്രകലയെ ജനകീയമാക്കുക എന്ന ആശയത്തിൽ നിന്നാണ് നിറത്രയം എന്ന് പേരിട്ട ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലയ്ക്ക് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവരും ഈ ആശയത്തിന് പിന്തുണയുമായി എത്തി. പൊതുജനങ്ങൾ കാണത്തക്ക രീതിയിൽ നമ്മളുടെ ക്രിയേഷൻ കാണിക്കുക, അതോടൊപ്പം ചിത്രകല ജനകീയമാക്കുക, അതിലെല്ലാം ഉപരി വരയ്ക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഞങ്ങൾ ഈ ഒരു സംരംഭം കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പല പ്രായത്തിലുള്ളവർ, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എത്തിയവർ, അവരെല്ലാം ഇന്ന് വരക്കൂട്ടുകാരാണ്. ചിത്രകലയുടെ നൈർമല്യത്തിൽ ഒരു കുടുംബം പോലെ ജീവിതത്തിലെ ഈ നല്ല നിമിഷങ്ങളെ അവർ ഹൃദയത്തിൽ വരച്ചു സൂക്ഷിക്കുന്നു. അമൃത ന്യൂസ്, കൊല്ലം.